Hey viewers, welcome to Storyteller. അപ്പം പുതിയൊരു ചാപ്റ്റർ ആയിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ചാനലൊക്കെ കണ്ടിട്ട് എല്ലാവരും ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി കാണുമല്ലോ അല്ലെ? അങ്ങനെയുള്ള ബിഗിനേഴ്സിനുള്ള ഒരു ബുക്ക് സജഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. യെസ്, സോ ബുക്സ് ഫോർ ബിഗിനേഴ്സ്. ഇതിന് മുമ്പ് എടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ബുക്ക് സജഷൻസ് ചോദിക്കാറുണ്ട്, എങ്ങനത്തെ ബുക്കാണ് വായിക്കേണ്ടത്, നല്ലൊരു ബുക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, വായിക്കാൻ കുറച്ച് നല്ല ബുക്സ് പറഞ്ഞതാ. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും എൻ്റെ ഫോളോവേഴ്സ് വന്നിട്ട് പറയും, എടാ കുറച്ച് നല്ല ബുക്സ് പറഞ്ഞതാ, ഇത്രയും ബുക്സ് അല്ലേ ഇതിൻ്റെ ഏതെങ്കിലും നല്ലതൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും. ഇപ്പം ആസ് ബിഗിനർ ബുക്സ് വായിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നമാണ്, ബുക്സ് മേടിക്കുമ്പോൾ ബുക്സിന് ഒത്തിരി കാശാവുന്നു, ഇതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാശ് കൊടുക്കണം. പിന്നെ നമ്മൾ നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഓഫറിൽ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓൺലൈൻ സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സൈറ്റ്സ് ഒക്കെ ഒന്നും കൂടെ അവൈലബിൾ ആണ്. സോ അതും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തായാലും ഞങ്ങളിപ്പോ ഇന്ന് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പറ്റിയ കുറച്ച് ബുക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് പല ജേണലുള്ള ബുക്സും ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്, ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, നോവൽസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ളതും ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ബുക്സ് തുടക്കക്കാർക്ക് പ്രശ്നമില്ലാതെ തോന്നുന്ന. കാരണം ഇപ്പൊ ജസ്റ്റ് ബിഗിൻ ചെയ്തവർക്കായാലും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്ന് ലാഗ് വന്ന് ബിഗിൻ ചെയ്തവർക്കായാലും പെട്ടെന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് അങ്ങനെ ഒരു ക്ലാസിക് സംഭവത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെലക്ടഡ് ബുക്സ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ്, ഞങ്ങളുടെ ഫസ്റ്റ് ബുക്കിനെ കുറിച്ച് പറയാം അല്ലെ. ഞങ്ങൾ ഫസ്റ്റ് വായിക്കുന്ന ബുക്ക് ഏതാ? നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഞങ്ങൾ ഇത്രയും ഇങ്ങനെ എന്താ പറയാ, ഞങ്ങൾ ഭയങ്കര റീഡേഴ്സ് അതൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ വായനയിലേക്ക് വരാൻ കാരണമായ പുസ്തകം ഏതാന്ന് പറയണ്ടേ? എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ചെറുപ്പം തൊട്ടേ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നെങ്കിലും എൻ്റെ ശരിക്കുള്ള ഓർമ്മയിൽ ഞാൻ തന്നെ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയത് ട്രെയിനിൽ നിന്ന് മേടിച്ച 2 ചെറിയ പിള്ളേർക്കുള്ള പുസ്തകങ്ങളായിരുന്നു. ഒരെണ്ണം തെന്നാലിരാമൻ കഥകളും മറ്റേത് അറബി കഥകളും. അങ്ങനെയാണ് എൻ്റെ വായനയുടെ ആരംഭം. പിന്നെ അതിനുശേഷം സ്കൂൾ ലൈബ്രറിയിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ ബുക്സൊക്കെ കണ്ട് ടോം സോയറും അങ്ങനെയുള്ള ബുക്സൊക്കെ എടുത്തെടുത്ത് ഓരോന്നും വായിച്ചു തുടങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. എന്റെ ചൈൽഡ്ഹുഡിലും ഈ പറഞ്ഞ പോലെ തെന്നാലിരാമൻ ഒരു കോമൺ സംഭവമാണ്. തെന്നാലിരാമൻ ഓക്കെ, അങ്ങനെ കുറച്ച് സിമ്പിൾ ലാംഗ്വേജസിലുള്ള അങ്ങനെയുള്ള കുട്ടി ബുക്സ് ഒക്കെ വായിച്ചു തന്നെ തുടങ്ങിയതാണ്. പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കണ്ട ബുക്സ് മൊത്തം ചിന്നൂസിന്റെ ആണ്, അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതെ, പണ്ട് മുതലേ വായിച്ചു തുടങ്ങിയ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ബുക്സ് എപ്പോഴും ഒരു ക്രേസ് തന്നെയാണ്. യെസ്, സോ ടോക്കിംഗ് അബൌട്ട് വൺ ബെസ്റ്റ് ബുക്ക് ഫോർ ബിഗിനേഴ്സ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പുസ്തകത്തിൽ തന്നെ തുടങ്ങാം. അതെ, ഫേമസ് ആണ്. ഇപ്പോഴത്തെ ആരോട് ചോദിച്ചാലും പറയുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു ബുക്കാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ പറഞ്ഞുതരാം. ദ ആൽക്കെമിസ്റ്റ്, പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് ആണ് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്ക്. തുടക്കക്കാർക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയുമാണ്. ആൻഡ് പൗലോ കൊയ്ലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ബ്രസീലിയൻ എഴുത്തുകാരനാണ്, ലിറിസിസ്റ്റ് ആണ്, ആൻഡ് ഹി ഓൾസോ വർക്ക്സ് ഇൻ ടെലിവിഷൻ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൽക്കെമിസ്റ്റ് മാത്രമല്ല ആളുടെ പുസ്തകം, പക്ഷേ എങ്ങും പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ലോകമെമ്പാടും പ്രശസ്തമായി പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്ത പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. പിന്നെ പൗലോ കൊയ്ലോന്റെ മറ്റൊരു ഫേമസ് ബുക്കാണ് 11 Minutes എന്ന് പറഞ്ഞിട്ട്. അതും ഒരു വൈഡ് ബുക്കാണ്. ആൽക്കെമിസ്റ്റിന്റെ അത്രയും ഇല്ലെങ്കിലും അതും അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള ഒരു ബുക്കാണ്. പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിധി അന്വേഷിച്ച് നടക്കുന്ന ഒരു ആട്ടിടയനെ പറ്റിയാണ്. അപ്പം നല്ല രസമാണ് ഈ കഥ, എല്ലാവരും വായിച്ചു നോക്കുക. ചെറിയൊരു കഥയാണ്, ആൻഡ് ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി ടു. ആൻഡ് ഇത് നമുക്കൊരു ഇൻസ്പിറേഷണൽ ഫിക്ഷനിലൊക്കെ ഉൾപ്പെടുത്താം. ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് വേർഷൻ നോക്കുക. ബിഗിനേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട്
അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഉണ്ട്. അതും കൂടെ പറയാൻ മറന്നു. ഇപ്പം ബിഗിനേഴ്സിന് ഇംഗ്ലീഷ് ബുക്സ് ചിലർക്ക് എടുക്കാൻ മടി ഉണ്ടാവും, കാരണം ലാംഗ്വേജിൽ അത്ര പോരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് ഈസി ഇംഗ്ലീഷ് ബുക്സ് ആണ്. ഇപ്പം നമ്മൾ അരുന്ധതി റോയിനെ പോലുള്ള ഓതേഴ്സിനെ ഒന്നും ഫസ്റ്റ് ബിഗിനേഴ്സിന് പറയുന്നില്ല, ബിക്കോസ് ശശി തരൂരിന് ഒരിക്കലും പറയുന്നില്ല. അയ്യോ, ഓരോ വേർഡ്സ് ഒക്കെ ഈവൻ ഇംഗ്ലീഷ് നല്ലപോലെ അറിയാവുന്നവർക്ക് പോലും ചില സമയത്ത് ശശി തരൂരിന്റെ അത്ര ഈസി ബുദ്ധിമുട്ടായി. സോ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊക്കെ പറ്റിയ ബുക്കാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്, കാരണം ഈസി ഇംഗ്ലീഷ് ആണ്. ആഗ്രഹമുള്ളവര് എല്ലാരും ട്രാൻസ്ലേറ്റഡ് വേർഷൻ തപ്പുന്നതിന്റെ റീസൺ പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രശ്നമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ബുക്ക് വായിച്ചേ പറ്റൂ. നല്ല ഇംഗ്ലീഷ് ബുക്സിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ തപ്പി പോകണ്ട. കാരണം എന്താന്ന് വെച്ചാല് ട്രാൻസ്ലേറ്റഡ് വർക്ക്സിനെ മോശമാക്കി പറയുന്നതല്ല. നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മള് ഇംഗ്ലീഷ് ബുക്സ് ഓപ്റ്റ് ചെയ്യുക. ഈ ആൽക്കെമിസ്റ്റിന്റെ മലയാളം വേർഷൻ പോവുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചിട്ട് ട്രാൻസ്ലേറ്റഡ് വേർഷനിലേക്ക് പോകുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു എസൻസ് ഒക്കെ കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് വേർഷൻ തന്നെ ഓപ്റ്റ് ചെയ്യുക. പിന്നെ ഈ ഇംഗ്ലീഷ് നമുക്ക് ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന, നമുക്ക് ഫെമിലിയർ ആയ വേർഡ്സും നമുക്ക് ഫെമിലിയർ ആയ ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നുമല്ല, സിമ്പിൾ ആണ്. അത് വായിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ടോക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് ബുക്ക്, നമ്മള് ചെറുപ്പം തൊട്ടേ വായനാശീലം വളർത്തി വരുന്നത് നല്ലതല്ലേ. അപ്പം പിള്ളേർക്കൊക്കെ വായിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ്, ഹൈസ്കൂളിലൊക്കെ പിള്ളേർക്ക് നമുക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ് നമ്മൾ എപ്പോഴും പറയുന്ന ടോട്ടോച്ചാൻ. സോ ഇറ്റ്സ് എ ഗുഡ് ബുക്ക് ഫോർ ബിഗിനേഴ്സ്. ആൻഡ് ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായിട്ട് ഞാൻ വായിച്ചത് ഇതാണ്. ഇതിനുശേഷം പിന്നെ പല പുസ്തകങ്ങളും വായിച്ചു. ആൻഡ് പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു പുസ്തകമാണ്. ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ ഈ ബുക്കിനെ കുറിച്ച് പറയാറുണ്ട്, കാരണം അത് അത്രയും നല്ലൊരു ബുക്കാണ്. ഇത്ര വലുതായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എന്റെ അമ്മ വരെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ്. ഇപ്പം വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാ ഫ്രണ്ട്സ് ചിലരിപ്പോ മെസ്സേജ് അയക്കുന്നത് തന്നെ ഹലോ ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞോണ്ടാ. ഐ ലൈക്ക് ഇറ്റ്. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ടോട്ടോച്ചാൻ ഫാൻസ് ആണ്. ആൻഡ് ടോട്ടോച്ചാനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഇതിന് മുന്നത്തെ വീഡിയോ കാണാം. കൂടുതൽ പറയുന്നില്ല. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ബുക്ക്, നമുക്ക് ഇനി ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഫേമസ് ക്രിക്കറ്ററായ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രൈഡ് ആയ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ പ്ലേയിങ് ഇറ്റ് മൈ വേ, മൈ ഓട്ടോബയോഗ്രഫി എന്നാണ്. ബുക്കിന്റെ വലുപ്പം കണ്ടിട്ട് ഭയങ്കര ടഫ് ഇംഗ്ലീഷ്, ടഫ് വേർഡ്സ്, അങ്ങനെ ടഫ് വൊക്കാബുലറി എന്നൊന്നും വിചാരിക്കണ്ട. ബുക്കിന്റെ കട്ടിയും ഇംഗ്ലീഷ് പേടിക്കണ്ട. പറയുന്ന പോലെ സിമ്പിൾ ലാംഗ്വേജിൽ ഇന്ത്യൻ ഇംഗ്ലീഷ്, നമ്മുടെ ഇന്ത്യക്കാർക്ക് അമേരിക്കൻ ഇംഗ്ലീഷ് ഒന്നുമല്ല, ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അതും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. സച്ചിൻ ഇഷ്ടമുള്ളവർക്കും ഓട്ടോബയോഗ്രഫി വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും സച്ചിന്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ പ്രസന്റ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന സിമ്പിൾ ഇംഗ്ലീഷിലുള്ള, സിമ്പിൾ ലാംഗ്വേജിലുള്ള ഒരു ബുക്കാണ്. ബിഗിനേഴ്സിനും സച്ചിൻ ടെണ്ടുൽക്കർ പ്ലേയിങ് ഇറ്റ് മൈ വേ, മൈ ഓട്ടോബയോഗ്രഫി എന്നാണ് ആ ബുക്കിന്റെ പേര്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക് ആക്ച്വലി. ഓട്ടോബയോഗ്രഫി ജോണിൽ വരുന്ന മറ്റു ചില പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളത്തിലാണെങ്കിൽ എൻ്റെ കഥ വളരെയേറെ പ്രശസ്തവും അതിലേറെ ചർച്ചാ വിഷയമായ ഒരു പുസ്തകമാണ് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ. അതിന്റെ തുടർച്ചയായിരുന്നു എൻ്റെ ലോകം. അപ്പം ഈ പുസ്തകങ്ങൾ കുട്ടികൾക്കല്ല ഞാൻ പറയുന്നത്, പക്ഷേ മുതിർന്നവർക്ക് വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. കുട്ടികൾക്ക് ഇത് വായിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പല അനുഭവങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവാത്തതാണ് അത്, പ്രായപൂർത്തിയായവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം അവർക്ക് ബുക്കാണ്. അപ്പം ജീവിതം മനസ്സിലാവുന്നവർക്കൊക്കെ വായിച്ചു തുടങ്ങാൻ പറ്റിയൊരു ഓട്ടോബയോഗ്രഫി സെക്ഷനിൽ വരുന്നത്. അതെ, കാരണം ചർച്ചാ വിഷയമായ ഒരു പുസ്തകമായതുകൊണ്ടാണ്. പക്ഷേ കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ് മാധവിക്കുട്ടിയുടെ നീർമാതളം ഭൂതകാലം. അതും പിന്നെ ബാല്യകാല സ്മരണകൾ മാധവിക്കുട്ടിയുടെ, ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയത് തന്നെയാണ്. കുട്ടികൾ, ഞങ്ങൾ പറയുന്നത് ഒരു 12 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾ, തീരെ ചെറിയ കുട്ടികളല്ല. വേർഡ്സ് ഒക്കെ കൂട്ടി വായിക്കാൻ പറ്റുന്ന ആ ഒരു ഏജിലേക്ക് എത്തുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ്. അതൊക്കെ ഓട്ടോബയോഗ്രഫി മെമ്മോയർ സെക്ഷനിൽ വരുന്ന പുസ്തകങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. മെമ്മോയറിൽ വരുന്ന ഒരു പുസ്തകം തന്നെയാണ് നമ്മുടെ ജോസഫ് അന്നംകുട്ടി, മോട്ടിവേഷണൽ സ്പീക്കറായ ജോസഫ് അന്നംകുട്ടി, ജോസിന്റെ ബറീഡ് തോട്ട്സ്, വൺ ലൈഫ് മെനി സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന പോലെ സിമ്പിൾ ലാംഗ്വേജിൽ
ബിഗിനേഴ്സിനായാലും ഇടയ്ക്ക് വെച്ച് ലാഗായി പോയവർക്കും അല്ലാത്തവർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷിൽ നല്ല നീറ്റായിട്ട് എഴുതിയൊരു ബുക്ക് തന്നെയാണ്. പിന്നെ അതിലെല്ലാം ഉപരി യങ് ഓതർ ആണ് നമ്മുടെ നമുക്കൊക്കെ അപ്പം നമ്മളെ പോലെയുള്ള ടീനേജേഴ്സിനും ഒക്കെ പറ്റുന്ന ഒരു ഇൻസ്പിറേഷണൽ ബുക്ക് തന്നെയാണ്. ഇതിന്റെ തന്നെ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാരും ഈ പറയുന്ന പോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അത് പിന്നെ മലയാളം ആയതുകൊണ്ട് ഇപ്പൊ കാണിക്കുന്നില്ല മാത്രം, ഇതും അതേപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നമ്മുടെ കയ്യിലിപ്പോ ഇല്ലാത്ത ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പുസ്തകങ്ങളോട് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും നീർമാതളം പൂത്തകാലം, എന്റെ ലോകം, എന്റെ കഥ, ഇതൊക്കെ. പിന്നെ MTയുടെ കുറച്ച് മെമ്മോയേഴ്സ് ഉണ്ട്. അതുപോലെ ഹിസ്റ്ററി താല്പര്യമുള്ളവർക്ക് ട്രാവൻകോറിന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു പുസ്തകമാണ് മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്ന് പറയുന്നത്. മനു കുറെ വർഷത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി എഴുതിയ ഒരു പുസ്തകമാണത്. ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കത് സ്വന്തമാക്കണം എന്നുണ്ട്, പക്ഷെ ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല. ഞാൻ എന്റെ ഫ്രണ്ടിനെ മേടിച്ച് വായിച്ചൊരു പുസ്തകമാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വായിക്കണം, ഈ പറയുന്ന പോലെ ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. മനുവിന്റെ സെക്കൻഡ് ബുക്ക് ആയിരുന്നു റെബൽ സുൽത്താൻസ്. അത് പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. ട്രൈ ടു റീഡ് ദാറ്റ്. പക്ഷെ ഫസ്റ്റ് ബുക്ക് ഐവറി ത്രോൺ ഐ തിങ്ക് എല്ലാ മലയാളികൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ് അത്. നമ്മുടെ ട്രാവൻകോറിന്റെയും അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റിയ പുസ്തകം അത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈസി ഇംഗ്ലീഷ് ബുക്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലാതെ എല്ലാവർക്കും തുടക്കക്കാർക്ക് പറ്റിയ ഓത്തറും കുറച്ച് പറ്റിയ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ബുക്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റീഡേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ഒരേപോലെ ഡൈജസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ് ചേതൻ ഭഗത്തിന്റെ ബുക്സ്. ഇത് 3 Mistakes of My Life, 5 Points Someone, Making India Awesome. ഇത് 3 ബുക്സും ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളത്. ചേതന്റെ ഇതും ഈ പറയുന്ന പോലെ ചേതന്റെ ബുക്സ് എല്ലാം ഭയങ്കര സിമ്പിൾ ലാംഗ്വേജിലുള്ള, വളരെ സിമ്പിൾ ലാംഗ്വേജ്. ഇപ്പം ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലായിടത്തും ഒരു ചേതൻ ഭഗത് മയമാണ്. അപ്പം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചേതൻ ഭഗത്തിന്റെ ബുക്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ കുറെ പേര് റീസൺ ചോദിച്ചുകൊണ്ട് വന്നു. സോ ഞാനിപ്പോൾ ഇവിടെ പറയാം. എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല, പക്ഷേ ചേതൻ ഭഗത് എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് വായിച്ചത് 2 States ആയിരുന്നു, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ 3 Mistakes of My Life ഞാൻ വായിച്ചു. അതിനുശേഷം ഞാൻ 1 Indian Girl എന്ന് പറഞ്ഞൊരു നോവൽ വായിച്ചു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഏതോ ഒരു ഹിന്ദി പടം കാണുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. 1 Indian Girl ഞാൻ വായിച്ചിട്ടില്ല, കളക്ഷനിലില്ലാത്തൊരു ബുക്കാണ്. And with that I felt it's so boring. And to be frank, ഒരു ഹിന്ദി പടം കണ്ട് ഇഷ്ടപ്പെടാത്തൊരു ഫീൽ, അതാണ് എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോ കിട്ടിയത്. ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുന്നത്. എല്ലാവർക്കും എല്ലാ ബുക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചേതൻ ഭഗത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് കുറെ പേര് ക്വസ്റ്റൻ ആയിട്ട് വന്നു. അപ്പൊ ഞാൻ തന്നെ ഇഷ്ടമല്ലാത്ത ഞാനും പറയാം എന്താന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പത്തെ ആൾക്കാർക്ക്, ഇപ്പത്തെ ജനറേഷന് അറിയാവുന്ന ഒരു ഓതർ എന്ന് പറയുന്നത് ചേതൻ ഭഗത് ഒക്കെയാണ്. ചേതൻ ഭഗത് മാത്രമാണെന്ന് പറഞ്ഞാലും അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവരുടെ 3 ഓപ്ഷനേ ഉള്ളൂ: പൗലോ കൊയ്ലോ, ചേതൻ ഭഗത് ആൻഡ് പ്രീതി ഷെനോയ് ഓർ സുദീപ് നാക്കർ. അമീഷ് ഉണ്ട് കേട്ടോ, ഇപ്പൊ അമീഷ് ഉണ്ട്. ഇത്രയും ഓതേഴ്സിനേക്ക് അവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ചേതൻ ഭഗത്തിന്റെ ബുക്സ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ അതെന്തോ ഒരു തരം കുറ്റം പോലെ അങ്ങനെ കാണുന്നത്. സോ ടു ബി ഇൻ ഷോർട്ട്, നമുക്ക് ഒരു കാര്യം പറയാം, ചേതൻ ഭഗത്തിനേക്കാളും കുറെ ഓതേഴ്സിനെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അത് പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്. ആദ്യമൊക്കെ എനിക്കും ചേതൻ ഭഗത്തിന്റെ ബുക്സ് വായിക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇത് കളക്ഷനിൽ വന്നത്. ബട്ട് പിന്നീട് ഈ റീഡിങ് ഒരു പാഷനായി ഒന്നും കൂടെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയപ്പം ഇത് എന്റെ ജോണറിലുള്ളതല്ല, എന്റെ ഇൻട്രസ്റ്റ് ഇതല്ല എന്ന് മാറിയപ്പോൾ ഇത് ഐ കെപ്റ്റ് ഇറ്റ് aside ആൻഡ് ഇപ്പൊ ഞാൻ വേറെ ബുക്സ് ആണ് ഇപ്പം ഒത്തിരി ബുക്സ് വായിക്കാൻ തുടങ്ങിയപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ചേതൻ ഭഗത് ആണ് ഫേവറേറ്റ് എന്ന് പറയുന്നവര് വേറെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്സ് ഉണ്ട്, അതൊക്കെ വായിച്ചവരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചേതൻ ഭഗത് അത്ര ഫേവറേറ്റ് ആണെന്ന് ആരും പറയത്തില്ല. അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വേറെ ബുക്സ് വായിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ ഡ്രോബാക്സ്. പക്ഷെ ബിഗിനേഴ്സിന് ഓഫ് കോഴ്സ് നല്ല ബുക്കാണ്, ഈസി ഇംഗ്ലീഷ് ആണ്, നിങ്ങളെ ഒട്ടും വിഷമിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് ആ ഫ്ലോയിൽ പോവുകയും ചെയ്യാം. നമ്മള് സാധാരണ ക്ലാസ്സിലൊക്കെ പറഞ്ഞു നടക്കുന്ന ഇംഗ്ലീഷ് ഞാൻ ചേതൻ ഭഗത്തിന്റെ ബുക്ക് ഫസ്റ്റ് വായിക്കുന്നത് ഞാൻ 10th പഠിക്കുമ്പോഴാണ്. സോ ഓഫ് കോഴ്സ് 10th 11th എനിക്കിപ്പോ ഇത്രയും വയസ്സായി. ആൻഡ് ഈ വർഷത്തിനിടെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ വെച്ചിട്ട് എനിക്ക് ഓഫ് കോഴ്സ് പറയാം ഈസ് നോട്ട് മൈ ഫേവറേറ്റ് ഓതർ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാരും അങ്ങനെ ചേതൻ ഭഗത്തിന്റെ ബുക്സ് വായിക്കണ്ട, ഇഷ്ടപ്പെടണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും നല്ല കഥകളും നോവൽസും ഒക്കെ ഉണ്ടെന്നാണ്. ഒരുപാട് ഓതേഴ്സ് ഉള്ള ഒരു
സമയമാണ്. അതേപോലെ പണ്ട് മുതലേയുള്ള ഓതേഴ്സ് എല്ലാം ഉണ്ട്, നമ്മൾ ഓപ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന അതേപോലത്തെ കുറേ ഇതുണ്ട്. ഇതേപോലെ യങ് ജനറേഷന് പറ്റിയ നെക്സ്റ്റ് ഓതറാണ് സുദീപ് നഗാർക്കർ എന്ന് പറഞ്ഞിട്ട്. സുദീപ് നഗാർക്കർ ആൻഡ് സെയിം എല്ലാവർക്കും പറ്റുന്ന ലാംഗ്വേജ് ആണിത്, ഈസി ഇംഗ്ലീഷ് ലാംഗ്വേജ്. കവറൊക്കെ നോക്കി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഈസിലി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ സുദീപ് നഗാർക്കറിനെ അങ്ങനെ വായിച്ചിട്ടില്ല, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, എല്ലാത്തിലും റൊമാൻസ്, ഒരു ബോയ് ഗേൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ ഐ എം നോട്ട് ഇൻടു ദാറ്റ് ടൈപ്പ്. ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു റൊമാൻസ് ആണെങ്കിൽ എനിക്കൊരു ഹിന്ദി പടം കണ്ടാൽ മതി എന്നുള്ള ഫീലാണ് എനിക്ക്. ബിക്കോസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇമോഷണലി വല്ലാതെ ടച്ച് ചെയ്യുന്ന, ഈ റൊമാൻസിന് അപ്പുറമുള്ള കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബുക്സ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാം കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ സീരിയസ് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനും വായിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു റീഡിങ്ങിന്റെ ഫ്ലോ കിട്ടി തുടങ്ങാനാണ് നമ്മളിപ്പോ സുദീപ് നഗാർക്കറിനെയും പറഞ്ഞ പോലെ ചേതൻ ഭഗത്തിനെയൊക്കെ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് സെയിം ജോണറിൽ വരുന്നതാണ് രവീന്ദർ സിംഗിന്റെ ദ ബിലേറ്റഡ് ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് ദ അതർ വൺ ഈസ് പ്രീതി ഷെനോയ്സ് എ 100 ലിറ്റിൽ ഫിലിംസ്. ഇതൊക്കെ ബിഗിനേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ബിഗിനേഴ്സിന് ഞങ്ങൾ ഈ ബുക്ക് മാത്രമല്ല പറഞ്ഞിരുന്നത്, ആ ഓതേഴ്സിനെയും കൂടിയാണ്. രവീന്ദർ സിംഗിന്റെ ബുക്സ് കാണിക്കുന്നേ ഉള്ളൂ, പ്രീതി ഷെനോയുടെ മറ്റു ബുക്സും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേ ജോണറിൽ പെടുത്താവുന്നതാണ് അമീഷ് കേട്ടോ, കാരണം അമീഷിന്റെ ശിവ ട്രിലോജി ഉണ്ട്, അതുപോലെ രാമചന്ദ്ര സീരീസ്. ഇത് ട്രിലോജിയാണ് 3 വരുന്നത്, സോറി ട്രിലോജിയാണ് 2 വരുന്നത്. രാമചന്ദ്ര സീരീസ് ആണെങ്കിലും 3 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സ്കിയോൺ ഓഫ് ഇഷ്ക്വാക്കു, സെക്കൻഡ് വൺ ഇസ് സീത, ആൻഡ് തേർഡ് പാർട്ടാണ് രാവൺ എന്ന് പറയുന്നത്. ശിവ ട്രിലോജിയിലെ ഫസ്റ്റ് വൺ ഐ തിങ്ക് മെലൂഹ, The Immortals of Meluha, and second one is Secrets of Nagas, and third one something Oath of the Vaयुputra. അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്, ബിക്കോസ് ഈസി ഇംഗ്ലീഷ് ആണ്. ആൻഡ് അത് നമ്മുടെ മിത്തോളജി മിക്സ് ചെയ്ത് വരുത്തിയിരിക്കുന്ന ഒരു ഫിക്ഷനും കൂടിയാണ്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതൊക്കെ ഞങ്ങൾ വായിച്ചതാണ് ആൻഡ് വായിച്ച് കഴിഞ്ഞതാണ്. ഇത് ഞങ്ങളുടെ രണ്ടാളുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന ഒരു ബുക്കാണ്. ഫിക്ഷൻ ഓർ മിസ്റ്ററി കാറ്റഗറിയിൽ വരുന്ന ഡെത്ത് ഓൺ ദ നൈൽ, അഗത ക്രിസ്റ്റി. ഒരു വണ്ടർഫുൾ ബുക്ക് തന്നെയാണ്. എല്ലാവർക്കും അറിയാം അഗത ക്രിസ്റ്റി ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്. അപ്പം പക്ഷെ അവരുടെ ഇംഗ്ലീഷ്, ഈ ബുക്കൊക്കെ വളരെ ഈസി ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര തിക്നെസ്, കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ബുക്കിന്റെ കവർ നോക്കിയിട്ടോ ബുക്കിന്റെ തിക്നെസ് നോക്കിയിട്ടോ ഒന്നും അല്ല ഒരിക്കലും ഒരു ബുക്കിനെ ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യൊക്കെ വേണ്ടത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നോവൽസ്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഓട്ടോബയോഗ്രഫി ഒക്കെ ആയിരുന്നു. അപ്പം ഈ നോവൽസ് ഒക്കെ ചിലർക്ക് ബോറിംഗ് ആയിരിക്കും, കാരണം ചില നോവൽസ് ഒക്കെ വലിയ ബുക്കായിരിക്കും. ആരാച്ചാരൊക്കെ വലിയ ബുക്കാണ്, അതൊക്കെ നമുക്ക് ഒത്തിരി ഫ്രീ ടൈം ഉണ്ടെങ്കിലൊക്കെ വായിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മിക്കവരും പറയുന്ന റീഡിങ്ങിന് പറ്റുന്നില്ല എന്ന് പറയുന്നൊരു കാരണം അതാണ്. വലിയ ബുക്സ് കിട്ടിക്കഴിഞ്ഞാൽ പകുതിക്ക് വെച്ച് നിന്ന് പോയി, അത് കഴിഞ്ഞാൽ അവർക്കത് വായിക്കാൻ സമയം കിട്ടിയില്ല, കുറേ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാവരും ബാക്ക് ടു ക്ലാസ്, വർക്ക് ഒക്കെ ആയപ്പോൾ ആർക്കിപ്പോൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ നോവൽസ് ഒന്നും ഇപ്പൊ ആർക്കും പറ്റുന്നില്ല. ആദ്യം സ്മോൾ ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയുള്ളതൊക്കെ ഓപ്റ്റ് ചെയ്തിട്ട് പിന്നീട് അങ്ങനത്തെ കുറച്ചൊരു വായിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് തന്നെ സമയം ഇല്ലാന്ന് പറ്റുന്നവർക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ വലിയ തിക് ബുക്സ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, ഒരുപാട് നല്ല ഓതേഴ്സിന്റെ ഷോർട്ട് സ്റ്റോറീസും ഷോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഷോർട്ട് സ്റ്റോറീസിന്റെ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ബുക്സ് ഉണ്ട് ബുക്കിനകത്ത് പറ്റിയത്. ദ വെരി ഫസ്റ്റ് നമ്മുടെ മാധവിക്കുട്ടിയമ്മയുടെ നഷ്ടപ്പെട്ട നീലാംബരിയും മറ്റു കഥകളും എന്ന് പറയുന്നത്, ഇത് ഈ പറയുന്ന പോലെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. ഇതും എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മലയാളം ആരും വായിക്കില്ല, ടഫാണ് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്കാരും പോവില്ല. ഇംഗ്ലീഷിൽ ഷോർട്ട് സ്റ്റോറീസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല ഓതേഴ്സിന്റെയും ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിലിപ്പം കുറച്ച് നല്ല ഷോർട്ട് സ്റ്റോറീസ് ആണ്, അവരുടെ നല്ല കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് സെലക്ട് ചെയ്ത് ബുക്ക് ആക്കിയിരിക്കുന്നതാണിത്. അപ്പോൾ ഓരോ കഥകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 3-4 പേജൊക്കെ ഒരു സ്റ്റോറി ഉണ്ടാവുള്ളൂ.
അപ്പം അതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാം. വായിച്ച് ഒരു ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ബാക്കി നാളത്തേക്ക് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഉള്ള ബുക്കാണ് ഉണ്ണിയാറിൻ്റെ ഒരു ഭയങ്കര കാമുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേര് അതിനകത്തുള്ള ഒരൊറ്റ കഥയുടെ മാത്രമാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു 5-6 കഥകൾ ഉണ്ടാവും ഈ ബുക്കിനകത്ത്. ഇത് ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ബുക്കാണ്. ആൻഡ് ഈ ഒരു മെയിൻ ടൈറ്റിൽ കൊടുക്കുന്നത് അതിനകത്തൊരു പ്രധാന കഥയുടെ പേര് മാത്രമാണ്. അത് കൂടാതെ അതിനകത്ത് മറ്റു പല കഥകളുമുണ്ട്. KR മീരയുടെ ഭഗവാന്റെ മരണം. ഈ പറഞ്ഞ പോലെ ഇതിലെ ഒരു ചാപ്റ്ററിന്റെ പേരാണ്, ബുക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഭഗവാന്റെ മരണം. ഇതിൽ 6 or 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 6 ചാപ്റ്റേഴ്സ് ആണ് ഭഗവാന്റെ മരണത്തിലുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ് KR മീരയുടെ. ഒരു വണ്ടർഫുൾ ബുക്കാണ്. ഞാൻ വായിച്ചു. ഈ ഓട്ടം കണ്ടിട്ട് ഞാൻ ഓട്ടയാക്കിയതെന്ന് വിചാരിക്കരുത്, ഇത് ആ ബുക്കിലുള്ളതാണ് കേട്ടോ. ഈ ഓട്ടം ഞാൻ ആക്കിയതൊന്നുമല്ല. പിന്നെ KR മീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഓപ്റ്റ് ചെയ്തിരുന്നു KR മീരയുടെ മീര സാധു എന്ന് പറയുന്ന ഒരു പുസ്തകം. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് മുന്നത്തെ ഒരു ചാപ്റ്ററിൽ. എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്, പക്ഷെ അവന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് മേടിച്ചത്. മലയാളം വായിക്കാൻ അറിയാത്തവരൊക്കെ അങ്ങനെ ആണെങ്കിൽ, കാരണം അത് റീസണബിൾ ആണ്. ഇത് ലാംഗ്വേജ് അറിഞ്ഞു വെച്ചോണ്ട് ട്രാൻസ്ലേറ്റഡ് ബോക്സ് തപ്പിപ്പോകുന്നതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മീര സാധുവിന്റെ ഇംഗ്ലീഷ് വേർഷൻ പോയ്സൺ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ വേറെ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ കഥകളാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്, നോവലാസ് ആണ്. മീരയുടെ വേറെ ഉണ്ട്, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറഞ്ഞത്. അതൊരു നോവലാണ്, അത് കുറച്ച് വായിക്കാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് അല്ല. അതിനേക്കാളും ഉണ്ട് ആരാച്ചാറ്, എല്ലാവർക്കും അറിയാലോ, നല്ലൊരു നോവലാണ്. അത് മസ്റ്റ് റീഡ് ആണ്, പക്ഷെ ഇരുന്ന് വായിക്കാൻ സമയം ടൈം വേണം. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ വീഡിയോയിൽ അത് പരിചയപ്പെടുത്താത്തത്. കാരണം ബിഗിനേഴ്സിന് അത്രയും വലിയ പുസ്തകം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ആളുടെ മടുത്തു പോയാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് അങ്ങനെ ഹ്യൂജ് ബുക്ക് സജസ്റ്റ് ചെയ്യാത്തതാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ മീര സാധു, അതുപോലെ യൂദാസിന്റെ സുവിശേഷം, പിന്നെ ഷോർട്ട് സ്റ്റോറീസ് അറിയിക്കുന്ന ഒരു പുസ്തകമുണ്ട്, യെല്ലോ ഇസ് ദ കളർ ഓഫ് ലോങ്ങിങ്നെസ്, മോഹമഞ്ഞ എന്നാണ് മലയാളത്തിൽ അതിന്റെ പേര്. യെസ്, അതൊക്കെ KR മീരയുടെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഇന്നത്തെ ബുക്ക് സ്റ്റോഴ്സിൽ. DC ബുക്സിൽ പ്രത്യേകിച്ച് അവാർഡ് വിന്നിംഗ് ബുക്കാണ്. സോ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അത് ഒത്തിരി ടൈം വേണ്ട അങ്ങനത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഞങ്ങൾ അത് സജസ്റ്റ് ചെയ്യാത്തതിന്റെ റീസണും അതാണ്. ഇതിപ്പോ പറഞ്ഞോണ്ട് പറയുകയാണ്, KR മീരയുടെ പുതിയൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്, ഖബർ എന്നാണ് അതിന്റെ പേര്. DC ബുക്സിൽ അവൈലബിൾ ആണ്. ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ്. ബിക്കോസ് നമ്മുടെ കറന്റ് ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവൽ ആണത്. രാമമന്ദിർ പണിയുന്നതും നമ്മുടെ പഴയ മോസ്കോ പൊളിച്ചതും അതേ സന്ദർഭമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷെ അതുപോലത്തെ ഒരു സ്റ്റോറി ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. വായിച്ചിട്ടില്ല, ബട്ട് ബുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്, ഉടനെ വായിക്കുന്നത്. ഇപ്പോ ഭയങ്കര ഒരു ടോക്ക്, സെൻസേഷണൽ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല ടോക്ക്, എല്ലായിടത്തും അത്യാവശ്യം ഫെമിലിയർ ആയി വരുന്ന ഒരു ബുക്കാണ് ഖബർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതുപോലെ ഒരു നോവലാണ് നമ്മുടെ ബെന്യാമിന്റെ മഞ്ഞവേൽ മരണങ്ങൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ നല്ലൊരു ബുക്കാണ്. ഞങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ലാസ്റ്റ് പേജിലെത്തുമ്പോ അയ്യോ ഇനിയും എന്തോ റിമൈനിങ് ആണല്ലോ. നല്ലൊരു പുസ്തകം, കാരണം വായനക്കാരെ പിടിച്ചിരുത്തുക ആ പുസ്തകം. അപ്പം എനിക്കൊന്ന് ബിഗിനേഴ്സിന് വായന താല്പര്യമുള്ളവർക്കൊക്കെ നല്ലതാണത്. പിന്നെ ഉള്ളത് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ആൻഡ് 80 pages എന്തോ ആ ബുക്ക് ആകെ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഈ മീര സാധുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഞാനെടുത്ത് പിന്നെയും വായിക്കുന്ന ഒരു നോവലാണ്. അതൊരു കാത്തിരിപ്പിൻ്റെ വകയാണ്. നല്ല രസമുള്ള ഒരു നോവലാണ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അതെല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് സൺസ്. എൻ്റെ ബുക്ക് കളക്ഷനിലേക്ക് വന്ന പുതിയ ബുക്കാണ്. വായിച്ചിട്ടില്ല, ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ചിന്നൂസിന് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനിപ്പോ ഒരു ഇതേപോലെ ഓൺലൈൻ ബുക്ക് സ്റ്റോറിൽ നിന്ന് മേടിച്ച ബുക്കാണ്. ഈ വീഡിയോ എടുക്കുന്ന അന്ന് വന്നിട്ടേ ഉള്ളൂ ബുക്ക് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളിത് പുതിയൊരു സൈറ്റ് എക്സ്പ്ലോർ ചെയ്തതാണ്, ബുക്കിഷ് സാൻഡ എന്ന് പറഞ്ഞിട്ട്. ചിന്നൂസിനോട് ഞാൻ കുറെ ഈ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ചിന്നൂസ് അവസാനം ബുക്കിഷ് സാൻഡയിൽ നിന്ന് മേടിച്ചു. ആക്ച്വലി എന്റെ ബുക്ക് വായിക്കാനും പറഞ്ഞിരിക്കുന്നു, പക്ഷെ അത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഓൺ ലൈബ്രറിയില് വേണം. എനിക്കൊന്ന് കൈറ്റ് റണ്ണർ വായിച്ചിരുന്നതിന് മുന്നേ, കൈറ്റ് റണ്ണർ വായിച്ചിട്ട് ഖാലിദ് ഹൊസൈനി ഇൻസ്പയർ ആയിട്ട് ചിന്നൂസ് ഇത് മേടിക്കാന്ന് വെച്ചിട്ട്. ഖാലിദ് ഹൊസൈനിന്റെ കൈറ്റ് റണ്ണർ ഒക്കെ 2 ദിവസം കൊണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ 2 ബുക്കും വായിച്ചതാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഫാർ ബെറ്റർ ദാൻ കൈറ്റ് റണ്ണർ. കൈറ്റ് റണ്ണർ അടിപൊളിയാണ്, പക്ഷെ അതിനേക്കാളും
മികച്ച ഒരു പുസ്തകമാണ് A Thousand Splendid Suns എന്ന് പറയുന്നത്. കൈറ്റ് റണ്ണർ വായിച്ചിട്ട് ഖാലിദ് ഹുസൈനി ഫാൻ ആയ ഒരാള്, ഫേവറേറ്റ് ഓതേഴ്സ് ലിസ്റ്റിലേക്ക് ഖാലിദ് ഹുസൈനിനെ ആഡ് ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പൊ 1000 Splendid Suns ബുക്ക് സ്റ്റാൻഡ് ഞാൻ ഓപ്റ്റ് ചെയ്ത് മേടിച്ചത്. ഖാലിദ് ഹുസൈനിയുടെ 4 ബുക്സിന്റെ ആകെ ടോട്ടൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം A Thousand Splendid Suns, another is The Kite Runner, പിന്നെ When the Mountains Echoed എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരെണ്ണം അതൊരു പോയംസ് ആൻഡ് സ്റ്റോറീസ് അടങ്ങിയൊരു ബുക്കാണ്. ആക്ച്വലി ഇറ്റ്സ് എ പോയം ആണെന്ന് തോന്നുന്നു, സീ പ്രേയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ വായിച്ചിരിക്കുന്നത് കൈറ്റ് റണ്ണറും 1000 Splendid Suns ആണ്. ഇത് രണ്ടും നിലനിൽക്കുന്നത് കാബൂൾ, അഫ്ഗാനിസ്ഥാൻ ഏരിയയിലാണ്. അവിടെ യുദ്ധം നടന്നിരുന്ന സമയത്തുള്ള കഥകളാണ് പറയുന്നത്. നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് Really? ചെയ്യുക. ഭയങ്കര നമ്മള് ഈ പറയുന്ന പോലെ വായിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയിട്ട് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഹാവ് ടു ഫിനിഷ് ദിസ് ബുക്ക് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു book അയ്യോ, ആണ്. പക്ഷെ അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ, ലൈക്ക് അത് തീരണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചില്ല. അയ്യോ ഇത് ഇപ്പൊ തീരണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത ബുക്കാണ് അത്. ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ ടു സേ ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ് ഓർ എ സാഡ് എൻഡിങ്, ബിക്കോസ് ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറി ഇമോഷൻ. ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു മസ്റ്റ് റീഡ് ആണ്, ബിഗിനേഴ്സ് എന്ന് മാത്രമല്ല എല്ലാവർക്കും. സോ ഐ ആം ഹാപ്പി. ഒരു മസ്റ്റ് റീഡ് ബുക്ക് അങ്ങനെ എൻ്റെ ഓൺ ലൈബ്രറി ഓൺ കളക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഇത് വായിച്ചു തുടങ്ങും. ഇത് ഇംഗ്ലീഷ് ആണെന്ന് കരുതി ആരും പേടിക്കണ്ട, ഇത് വളരെ ഈസി ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, അങ്ങനെ ബ്രിട്ടീഷ് പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട. ഇത് ഖാലിദ് ഹുസൈനി ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കും അല്ല, ഇത് പുള്ളി തന്നെ എഴുതിയിരിക്കുന്ന ബുക്കാണ്, ഓൺ ബുക്കാണ്. സോ അതും ഒരു കാര്യമാണ്. സോ ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന ഒരു ബുക്കാണ്. സോ ഞങ്ങൾ മേടിച്ചത് ബുക്ക് സ്റ്റാൻഡ് എന്നാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ താഴെ ഇടാം. ഇതിന്റെ കൂടെ തന്നെ ചിന്നൂസ് വേറെ 2 ബുക്ക് മേടിച്ചു. അത് പക്ഷേ ബിഗിനേഴ്സിനുള്ളതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ മേടിച്ചത് ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസും ആൻഡ് ദ ഡാവിഞ്ചി കോഡും ആണ്. യെസ്, സോറി പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഇത്രയും ബുക്സ്. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുള്ളൂ. അപ്പോൾ ബുക്സ് ഫോർ ബിഗിനേഴ്സ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, വായിക്കാൻ ശ്രമിക്കുക. പിന്നെ പറഞ്ഞ പോലെ ബുക്ക് സ്റ്റോറിലൊക്കെ പോയി നോക്കുക. നിങ്ങളുടെ ജോണർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ വായിച്ചു തുടങ്ങും. ഞങ്ങൾ സജസ്റ്റ് ചെയ്ത ബുക്സ് തന്നെ വായിക്കണം എന്ന് കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങളൊരു സജഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ജോണർ, നിങ്ങളുടെ ഫേവറേറ്റ് ഓതറൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റാർട്ട് റീഡിങ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ലാഗായി പോയവരാണെങ്കിൽ കണ്ടിന്യൂ റീഡിങ്. ആൻഡ് വിഷിംഗ് എ ഹാപ്പി റീഡിങ്. എല്ലാവരും പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക, നിങ്ങളുടെ പുസ്തകങ്ങൾ കണ്ടെത്തുക. അതെ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.